സോ ഗൈസ്, ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ കളിക്കാൻ പറ്റുന്ന ടോപ്പ് 5 ആനിമൽ ടൈമിംഗ് ഗെയിംസ്. ആനിമൽ ടൈമിംഗ് ഗെയിംസ് മീൻസ് ഈ പോക്കിമോനൊക്കെ ഇല്ലേ, അത് കൂട്ടത്തെ പോക്കിമോൻ ഗെയിം അല്ല, എന്നാലും അത് കൂട്ടത്തെ ഒരു വൈബൊക്കെ കിട്ടുന്ന ടോപ്പ് 5 ഗെയിംസ്. സോ നമുക്ക് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? സോ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും അടിക്കുക കേട്ടോ, ഇതുപോലത്തെ ഗെയിമൊക്കെ പരിചയപ്പെടുത്തി തരുന്നതിന്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. സോ ഗൈസ്, നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഗെയിമിൻ്റെ പേരാണ് അമേരിക്കൻ സർവൈവൽ. സോ ഈ ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 452 MB സംതിങ് ആണ്. സോ ഈ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനൊരു അപ്പർ വ്യൂ ആണ് വരുന്നത്. അപ്പർ വ്യൂ മീൻസ് നിങ്ങൾക്ക് മേളിൽ നിന്നുള്ളൊരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ ഗെയിംസിനകത്ത് ഈ പോക്കിമോൻ്റെ കൂട്ടത്തെ കുറേ ജീവികൾ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗെയിമിനകത്ത് നല്ലൊരു ഗ്രാഫിക്സ് ആണ്. പക്ഷേ ഒരു അപ്പർ വ്യൂ മാറ്റി ഒരു തേർഡ് പേഴ്സൺ വ്യൂ ആക്കിയായിരുന്നെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയേനെ. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ എനിക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്. സോ നിങ്ങൾ കളിച്ചിട്ട് ട്രൈ ചെയ്യുക ഗൈസ്, പ്ലേ സ്റ്റോറിലുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ഗെയിമിൻ്റെ പേരാണ് പോക്കിമോൻ ലെജൻഡ് ആർസിയസ്. സോ ഈ ഒരു ഗെയിം ബേസിക്കലി ഒരു പോക്കിമോൻ ക്യാച്ചിങ് ബേസ്ഡ് ഗെയിമാണ്. സോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും നമ്മുടെ റിയൽ പോക്കിമോൺസ് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് പോക്കിമോൺസിനെ ക്യാച്ച് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾക്കിത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കുറേ ഗെയിമിംഗ് എമുലേറ്റേഴ്സ് ഉണ്ട്. ഈ എമുലേറ്റർ വെച്ച് നിങ്ങൾക്കിത് ഈസിയായിട്ട് കളിക്കാൻ പറ്റും. സോ ഞാനിത് എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യുന്ന ഗെയിമാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു ഗെയിമാണ്, ഒന്നും പറയാനില്ല. സോ ഇനിയിപ്പോൾ എമുലേറ്ററിലായതുകൊണ്ട് പ്രത്യേകിച്ച് സൈസൊന്നുമില്ല. സോ എല്ലാവരും കളിച്ച് നോക്കുക. നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവാം. സോ നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് ഗെയിമിൻ്റെ പേരാണ് ആർക്ക് സർവൈവൽ ഇവോൾഡ്. സോ പേരൊക്കെ കുറച്ച് പഴയത് നെയിമാണെങ്കിലും ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് പിന്നെ 2 GB ആണ്. പക്ഷേ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജുറാസിക് പാർക്ക് പോലത്തെ ഐലൻഡൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ഐലൻഡിലായിരിക്കും. പക്ഷേ വേറൊരു ഇതെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതിൽ ഡൈനോസേഴ്സിനെ ടൈം ചെയ്യാൻ പറ്റും. കുറേ ഡൈനോസേഴ്സ് ഉള്ള ഐലൻഡിൽ പോയിട്ട് അവരെ നമുക്ക് ടൈം ചെയ്യാൻ പറ്റും. ഈ ടൈം ചെയ്യുന്നത് പോക്കിമോൻ്റെ തൊട്ട് ബോളൊന്നും കിട്ടല്ല. നമ്മൾ ടൈം ചെയ്യുന്നത് ഇവർക്ക് കുറേ നമ്മൾ ആദ്യം നമ്മുടെ കയ്യിലുള്ള വെപ്പം വെച്ച് ഇവരെ അടിച്ചുറക്കിയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കും. എന്നിട്ട് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ഇവരെ ടൈം ചെയ്യും. ഇങ്ങനെ ടൈം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവർ റൈഡ് ചെയ്യാനും പറ്റും, ഇവരെ അറ്റാക്ക് ചെയ്യാനും പറ്റും. സോ സൈസ് കുറച്ച് വലുതാണെങ്കിലും നല്ലൊരു ഗെയിമാണ്. നിങ്ങൾക്ക് പോക്കിമോൻ്റെ ഒക്കെ കൂട്ട് നിങ്ങൾക്ക് തോന്നും. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ലിസ്റ്റിലെ നെക്സ്റ്റ് ഗെയിമിൻ്റെ പേരാണ് ഡോൺ ലാൻഡ്സ്. സോ ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ആർക്ക് സർവൈവലിൻ്റെ കൂട്ടത്തെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നിങ്ങളൊരു വലിയ വേൾഡിലായിരിക്കും. ഈ ഒരു വേൾഡിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു വേൾഡ്, ഒരു ഓപ്പൺ വേൾഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളൊരു വേൾഡ്. ഇതിൽ കുറേ പോക്കിമോൺസിന് പകരം കുറേ മോൺസ്റ്റേഴ്സാണ് ഇതിൽ വരുന്നത്, മാജിക്കൽ പവേഴ്സ് ഉള്ള മോൺസ്റ്റേഴ്സ്. നമ്മൾ ഈ മോൺസ്റ്റേഴ്സിനെയൊക്കെ ടൈം ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സാധനമുണ്ട്, ഒരു ബോർഡ്, അത് വെച്ച് നമുക്ക് ടൈം ചെയ്യാൻ പറ്റും. സോ ഈ ഗെയിമിൻ്റെ സൈസ് വരുന്നത് 730 MB സംതിങ് എങ്ങാണ്ടാണ്. സോ ഈ ഒരു ഗെയിം ഞാൻ കളിച്ചതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രാഫിക്സ്, ഒരു ആനിമി ടൈപ്പ് ഗ്രാഫിക്സ് ഒക്കെയാണ്. സോ
സോ നമുക്ക് ലാസ്റ്റ് ഗെയിമിലോട്ട് പോവാം. ലാസ്റ്റ് ഗെയിം കണ്ടാൽ നിങ്ങൾ തല തെറിച്ച് പൊട്ടിപ്പോവും ഗൈസ്. അമ്മാതിരി ജാതി ലെവൽ ഗ്രാഫിക്സ് ഉള്ളതാണ് ലാസ്റ്റ് ഗെയിം. സോ അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. സോ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലെജൻഡറി ഗെയിമിലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗെയിം. ഈ ഗെയിമിൻ്റെ പേരാണ് അറോറിയ എ പ്ലേഫുൾ ജേണി. സോ ഈ ഗെയിമിൻ്റെ സൈസ് വരുന്നത് 1 GB ആണ്. പക്ഷേ ഈ ഒരു ഗെയിം പ്ലേ സ്റ്റോറിൽ റിലീസായിട്ടില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫൈനലി ഐ ഗോട്ട് പാൽ വേൾഡ് മൊബൈൽ എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഈ ഗെയിമാണ്. അത് ഞാൻ എവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറയത്തില്ല. സോ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. സോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു, നിങ്ങൾക്ക് പൊക്കിമോ ഇതിനകത്ത് നമ്മളൊരു സ്പേസിലായിരിക്കും പോകുന്നത്. സോ ഈ ഒരു സ്പേസിൽ പോയിട്ട് നമ്മളവിടെ പെട്ടുപോകും. സോ ഇതിനകത്ത് കുറേ പ്ലാനറ്റ്സ് ഉണ്ട്. ഈ പ്ലാനറ്റ്സ് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. എന്നിട്ട് ഓരോ പ്ലാനറ്റ്സിൽ ഓരോരോ പൊക്കിമോൺ ടൈപ്പ് ജീവികളൊക്കെ കാണും. ഇതിനെ നമ്മൾ ബോളിട്ട് പിടിക്കും. ബോളല്ല, ഒരു ക്യൂബ് പോലത്തെ സാധനമാണ്. അതിട്ട് പിടിക്കും. ഞാൻ കളിച്ച എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാനീ പറഞ്ഞ ഒരു ഗെയിം നിങ്ങൾ കളിച്ചില്ലെങ്കിൽ ഈ ഒരു ഗെയിമിൻ്റെ ഡൗൺലോഡിങ് വീഡിയോ ഞാനിടാം. അത് കണ്ടിട്ട് നിങ്ങൾ ഇതൊന്ന് കളിച്ച് നോക്കണം ഗൈസ്. എൻ്റെ മോനെ, പിന്നെ വേറൊന്നും നിങ്ങൾ കളിക്കത്തില്ല. സോ ഗൈസ്, ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്തോളുക. സോ ഇനി അടുത്ത നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അതിൽ വേറെ കുറേ ഗെയിംസ് ആയിരിക്കും. സോ ഇങ്ങനത്തെ ഗെയിംസ് ഒന്നും നമ്മുടെ ആൻഡ്രോയിഡിൽ അത്ര അവൈലബിൾ ആയിട്ടില്ല. ഞാൻ കുറച്ച് തപ്പി കണ്ടുപിടിച്ച ഗെയിംസാണ്. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.